فبأي آلاء ربكما تكذبان. അള്ളാഹ് എന്നുള്ള നാമമാണ്. അള്ളാഹ് എന്നുള്ള നാമത്തിനോടൊപ്പം തന്നെ അൽ ഇലാഹ് എന്നുള്ളതും രണ്ടും ഒരേ ആശയം തന്നെയാണ്. അൽ ഇലാഹ് എന്നതിൻ്റെ ആശയം തന്നെയാണ് അള്ളാഹ് എന്നുള്ളത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇസ്മുല്ലാഹിൽ അഅ്ളം അത് അള്ളാഹു ആണ് എന്ന് അള്ളാഹ് എന്ന നാമമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതകളായി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹ് എന്നുള്ള നാമം എന്ന് പറഞ്ഞാൽ എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റെ മറ്റെല്ലാ നാമങ്ങളും നമ്മൾ പറയുമ്പോൾ അത് ആരുടെ നാമമായിട്ടാണ് പറയാറ്? അള്ളാഹുവിൻ്റെ നാമമായിട്ടാണ് റഹ്മാൻ എന്നും ഗഫൂർ എന്നും അങ്ങനെയൊക്കെ പറയാറുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് അള്ളാഹ് എന്നുള്ള നാമം. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നോക്കൂ, സൂറത്തുൽ അഅറാഫിലെ 180 ആയത്തിൽ കാണാം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനാണ് അസ്മാഉൽ ഹുസ്നയുള്ളത്. അപ്പോൾ അള്ളാഹ് എന്നതിലേക്കാണ് ചേർത്തിയിട്ടാണ് അസ്മാഉൽ ഹുസ്നയെ മൊത്തം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സൂറത്തു ത്വാഹയിലെ 8 ആയത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിനാണ് അസ്മാഉൽ ഹുസ്ന ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ നാമങ്ങളെയും ചേർത്തി പറയുന്നതിൽ അടിസ്ഥാനമാണ് അള്ളാഹ് എന്നുള്ളത്. ഇപ്പോൾ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ആയത്തുകളിൽ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ആയത്തുകൾ. അതിലെല്ലാം ആദ്യം പറയുന്നത് എന്താണ്? ഹുവല്ലാഹ്, അള്ളാഹു. ആ അള്ളാഹു ആണ് ഇന്ന ഇന്ന പേരുകൾ അള്ളാഹുവിന് ചേർത്തി പറയുന്നത്. അപ്പോൾ അത് അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ അള്ളാഹ് എന്നുള്ള നാമം മറ്റുള്ള എല്ലാ നാമങ്ങളുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന, കാരണം ഈ അള്ളാഹ് എന്നുള്ളത് അടിസ്ഥാനമായതുകൊണ്ട് തന്നെ എല്ലാ നാമങ്ങളുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന വാക്കാണ് അള്ളാഹ് എന്നുള്ളത്. അതുപോലെ അള്ളാഹ് എന്നുള്ള വാക്കിൻ്റെ ഭാഷാപരമായിട്ട് തന്നെ അള്ളാഹ് എന്നുള്ളതിന് ചില പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം ഉലമാക്കൾ അള്ളാഹ് എന്നുള്ള നാമത്തിന് പറയാറ് എന്താണ്? ഇസ്മുൽ ജലാല. ഇസ്മുൽ ജലാല എന്നാണ് ആ നാമത്തിന് പറയുക. ഭാഷാപരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു നാമത്തെ നമ്മൾ നിദാ ചെയ്ത് പറയുകയാണ് എങ്കിൽ, ഉദാഹരണം പറയാൽ അർ റഹ്മാൻ, അർ റഹീം, അൽ ഗഫൂർ അതൊക്കെ നമ്മൾ എഴുതും. എന്നാൽ യാ വെച്ചുകൊണ്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ യാ അർ റഹ്മാൻ എന്ന് നമ്മൾ പറയില്ല, യാ അൽ ഗഫൂർ എന്ന് പറയില്ല, യാ അർ റഹീം എന്ന് പറയില്ല. എന്താ പറയുള്ളൂ? അലിഫ്ലാം അവിടെ നമ്മൾ ഒഴിവാക്കും. യാ റഹ്മാൻ, യാ റഹീം, യാ ഗഫൂർ അങ്ങനെയാണ് പറയുള്ളൂ. പക്ഷെ അള്ളാഹ് എന്നുള്ള നാമത്തിന് യാ വെച്ച് യാവിൻ നിദാവ് വെച്ച് നമ്മൾ തേടുമ്പോഴും യാ അള്ളാഹ് എന്നേ പറയുള്ളൂ. ആ അലിഫ്ലാം അവിടെ നിന്ന് ഒഴിവാകില്ല. എപ്പോഴും ആ അലിഫ്ലാം അതിനോടൊപ്പം തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാ ദിക്റുകളിലും, അതുപോലെ തന്നെ എല്ലാ ദിക്റുകളിലും തന്നെ അള്ളാഹ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിലും അള്ളാഹ് എന്നുള്ള നാമത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമം അള്ളാഹ് എന്നുള്ളതാണ്. കാരണം ഏകദേശം 2200 മുകളിൽ തവണ ഖുർആനിൽ അള്ളാഹ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്. 33ഓളം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചിട്ടുള്ളത് അള്ളാഹ് എന്നുള്ള നാമം കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം അള്ളാഹ് എന്നുള്ളതിൻ്റെ പ്രത്യേകതകളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ ലഫ്ളിയായിട്ടുള്ള പ്രത്യേകതകൾ, ഭാഷാപരമായിട്ടുള്ള ആ വാക്കിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകൾ മാത്രം 10ഓളം എണ്ണം എണ്ണി പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട് وأما خصائصه المعنوية فقد قال فيها أعلم الخلق به لا أحصي ثناء عليك أنت كما أثنيت على نفسك. ഈ അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ ആശയത്തിൻ്റെ അർത്ഥത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ് എങ്കിൽ അഅലമുൽ ഖൽഖായിട്ടുള്ള അഥവാ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ്? ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അള്ളാഹ് നീ നിന്നെ പുകഴ്ത്തിയതുപോലെ അല്ലെങ്കിൽ വാഴ്ത്തിയതുപോലെ സനാ ചെയ്തതുപോലെ
എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് വളരെ വിശാലമാണ്. എന്നിട്ട് പറയാണ് وكيف تحصى خصائص اسم مسمى كل كمال على الإطلاق وكل مدح وكل حمد وكل ثناء وكل مجد وكل جلال وكل كرم وكل عز وكل جمال وكل خير وإحسان وجود وبر وفضل فله ومنه. എങ്ങനെയാണ് അള്ളാഹ് എന്നുള്ളൊരു നാമത്തെ നമുക്ക് അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യേകത എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുക? കാരണം അതിലാണ് എല്ലാവിധ പരിപൂർണതയും, എല്ലാവിധ പുകഴ്ത്തലും, എല്ലാവിധ സ്തുതിയും, എല്ലാവിധ മഹത്വവും, എല്ലാവിധ ആദരവും, എല്ലാവിധ പ്രതാപവും, എല്ലാവിധ സൗന്ദര്യവും, എല്ലാവിധ ഔദാര്യവും, എല്ലാവിധ പുണ്യവും എല്ലാം അള്ളാഹുവിൽ നിന്നായിരിക്കെ എങ്ങനെയാണ് നമുക്കതിനെ അതിൻ്റെ മഹത്വം എണ്ണിത്തിട്ടപ്പെടുത്തി പറയാൻ സാധിക്കുക? ഫമാ ദുക്കിറ ഹാദൽ ഇസ്ം ഫീ ഖലീലിൻ ഇല്ലാ കസ്സറഹു. ഈ നാമം, അള്ളാഹ് എന്നുള്ള നാമം കുറഞ്ഞതിലാണ് പരാമർശിക്കപ്പെടുന്നതെങ്കിൽ അത് അധികരിക്കുന്നതാണ്. അഥവാ ബറക്കത്തുകൾ, ഇപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിക്കുന്ന ഭക്ഷണത്തിലും പറയാതെ കഴിക്കുന്ന ഭക്ഷണത്തിലും വ്യത്യാസം ഉണ്ടാകും. വലാ ഇൻദ ഖൗഫിൻ ഇല്ലാ അസാലഹു. ഭയമുള്ള സമയത്ത് അള്ളാഹ് എന്നുള്ള വാക്ക് പറയുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട ദിക്റുകളോ ദുആകളോ പറയുമ്പോൾ അത് നീങ്ങുന്നു. വലാ ഇൻദ കർബിൻ ഇല്ലാ കശ്ഫഹു. എന്തെങ്കിലും ഞെരുക്കം അനുഭവിക്കുകയാണ് എങ്കിൽ അള്ളാഹ് എന്നുള്ള നാമം കൊണ്ട് അത് നീങ്ങിപ്പോകുന്നു. പല ദുആഉൽ കർബിലും, പല ഞെരുക്കം അനുഭവിക്കുമ്പോൾ ദുആകളിലും അള്ളാഹ് എന്നുള്ള പദം കൊണ്ട് തന്നെ മാത്രം ദുആ വന്നിട്ടുണ്ട്. വലാ ഇൻദ ഹമ്മിൻ വഗമ്മിൻ ഇല്ലാ ഫറജഹു. ഒരാൾക്ക് ടെൻഷനോ ബേജാറോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹ് എന്നുള്ള നാമം, അതുമായി ബന്ധപ്പെട്ട ദിക്റുകൾ, അതിൻ്റെ ആശയം ആലോചിക്കുന്നത്, അത് നീങ്ങുന്നതാണ്, അതിൽ നിന്ന് തുറവി ലഭിക്കുന്നതാണ്. വലാ ഇൻദ ദീഖിൻ ഇല്ലാ വസ്സഅഹു. എന്തെങ്കിലും ഞെരുക്കത്തിലാണെങ്കിൽ അള്ളാഹ് എന്നുള്ള നാമം അതിനെ വിശാലമാക്കുന്നതാണ്. വലാ തഅല്ലഖ ബിഹി ദഈഫുൻ ഇല്ലാ അഫാദഹു അൽ ഖുവ്വ. ദുർബലനായിട്ടുള്ള ഒരാൾ ഈ നാമവുമായിട്ട് ശക്തമായൊരു ബന്ധമുണ്ടാവുകയാണ് എങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുപോലെയുള്ള ആ അള്ളാഹ് എന്നുള്ള നാമം ഉൾക്കൊള്ളുന്ന ദിക്റുകൾ പറയുകയാണെങ്കിൽ അവൻ ഖുവ്വത്തുള്ളവനായിത്തീരുന്നു. വലാ ദലീൽ ഇല്ലാ അനാലഹുൽ ഇസ്സ. നിന്ദ്യനായിട്ടുള്ള ഒരാൾ, അവന് പ്രതാപം വേണമെങ്കിൽ ഈ നാമം കൊണ്ടാണ് നേടാൻ സാധിക്കുക. വലാ ഫഖീരിൻ ഇല്ലാ അസാറഹു ഗനിയൻ. ദരിദ്രനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ അള്ളാഹ് എന്നുള്ള നാമം കൊണ്ട് അവൻ ഗനിയാകുന്നു. വലാ മുസ്തവ്ഹിഷിൻ ഇല്ലാ ആനസഹു. ഏകാന്തനായി ഒറ്റപ്പെട്ട ഒരാളാണെങ്കിൽ അവന് ഒരു കൂട്ടായി ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. വലാ മഗ്ലൂബിൻ ഇല്ലാ അയ്യദഹു വനസറഹു വലാ മുത്തറിൻ ഇല്ലാ കശഫ ദർറഹു വലാ ശരീദിൻ ഇല്ലാ ആവാഹു. ആട്ടിയകറ്റപ്പെട്ട അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കീഴുദിക്കപ്പെട്ട അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ നാമം കൊണ്ട് അവൻ അതിൽ നിന്നെല്ലാം തുറവി ലഭിക്കുന്ന ഒരാളായി മാറുന്നു. ഫഹുവൽ ഇസ്മുല്ലദി തുക്ഷഫു ബിഹിൽ ഖുർബാത്ത്. ഈ നാമം കൊണ്ടാണ് എല്ലാവിധ ഞെരുക്കവും നീങ്ങുന്നത്. വതുസ്തൻസലു ബിഹിൽ ബറകാത്ത് വദ്ദഅവാത്ത്. എല്ലാവിധ ബറക്കത്തുകൾ ഇറങ്ങുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും ഈ നാമം കൊണ്ടാണ്. വതുഖാലു ബിഹിൽ അസറാത്ത് വതുസ്തദ്ഫഉ ബിഹിസ് സയ്യിആത്ത്. പാപങ്ങൾ മായ്ക്കപ്പെടാൻ, അത് ഒഴിവാക്കപ്പെടാൻ, അതിൻ്റെ ദോഷങ്ങൾ തടയാൻ അത് ഈ നാമം കൊണ്ടാണ് സാധിക്കുന്നത്. വതുസ്തജ്ലബു ബിഹിൽ ഹസനാത്ത്. നന്മകൾ നേടാൻ സാധിക്കുന്നത് ഈ നാമം കൊണ്ടാണ്. അഥവാ നമ്മൾ ഏത് ദിക്റും ദുആവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് എന്നുള്ള നാമം കൊണ്ടാണ് അതിലെല്ലാം അതിനെ വസീലയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടോ അതിനെ മുൻനിർത്തിക്കൊണ്ടോ എല്ലാമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അള്ളാഹ് എന്നുള്ള നാമം അത്രയധികം പ്രത്യേകതയുള്ള കാര്യമാണ്.